പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തിരിച്ചടിക്കാൻ ഇന്ത്യ എടുത്ത സമയം 14 ദിവസങ്ങളാണ്. ഈ രണ്ടാഴ്ച നയതന്ത്ര തലത്തിൽ മിന്നലാക്രമണം നടത്തി പാകിസ്ഥാനെ വരിഞ്ഞുമുറുക്കാൻ ഇന്ത്യക്കായി എങ്കിലും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് ഇന്ത്യ നേരിട്ടത്. എന്തുകൊണ്ട് 14 ദിവസമെടുത്തു ഇന്ത്യ തിരിച്ചടിക്കാൻ? റിപ്പോർട്ട് കാണാം. ഏപ്രിൽ 22-നാണ് രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് അതിർത്തി കടന്നെത്തിയ ഭീകരർ 26 ജീവനുകളെടുത്തത്. സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി ഉടൻ രാജ്യത്തേക്ക് മടങ്ങിയെത്തുകയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംഭവസ്ഥലത്തെത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. ഈ നിമിഷങ്ങളിലെല്ലാം ഇരു നേതാക്കളും ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ് ഇന്ത്യ തിരിച്ചടിക്കുമെന്ന്. 26 ജീവനുകൾക്ക് പകരം ചോദിക്കുകയാണ് ലക്ഷ്യമെന്നും പാകിസ്ഥാന് ആക്രമണത്തിൽ പങ്കുണ്ടെന്നും കേന്ദ്രം ആവർത്തിച്ചു. പാകിസ്ഥാനെതിരായ തെളിവുകൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നിരത്തുകയും ചെയ്തു. പാക് ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെ TRS ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോഴും തങ്ങൾക്ക് പങ്കില്ല എന്ന് പാകിസ്ഥാൻ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ആക്രമിക്കുകയോ പാകിസ്ഥാനെതിരെ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്താൽ ആണവായുധം പ്രയോഗിക്കുമെന്നും ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി. എന്നാൽ ഈ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാതെ ആദ്യം നയതന്ത്രപരമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത്. രാജ്യാതിർത്തി അടയ്ക്കുന്നതടക്കമുള്ള തീരുമാനങ്ങളെടുത്തു. ശേഷം പാകിസ്ഥാനെ വെള്ളം കൂടി മുട്ടിക്കുന്ന രീതിയിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. പഞ്ചാബിലെ പാക് അതിർത്തിയായ വാഗ അട്ടാരി അതിർത്തികൾ അടയ്ക്കുകയും ചെയ്തു. ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കിയും പാകിസ്ഥാനിലെ ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയിലും ലോകരാജ്യങ്ങൾക്ക് മുന്നിലും പാകിസ്ഥാൻ തീവ്രവാദികളെ സഹായിക്കുന്നത് തെളിവുകൾ നിരത്തി ബോധ്യപ്പെടുത്തി. അമേരിക്ക, റഷ്യ, ഇസ്രായേൽ, ഫ്രാൻസ്, സൗദി, ഖത്തർ തുടങ്ങി നിരവധി രാജ്യങ്ങളുടെ പിന്തുണ തിരിച്ചടിക്ക് ഉറപ്പാക്കുകയും ചെയ്തു. പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചെങ്കിലും അവിടെയും വിജയം ഇന്ത്യക്കൊപ്പമായിരുന്നു. പാകിസ്ഥാനെ പിന്തുണച്ചിരുന്ന ചൈനയ്ക്ക് പോലും ഇക്കാര്യത്തിൽ നിഷ്പക്ഷത പാലിക്കേണ്ടി വന്നു. അങ്ങനെ എല്ലാം ഭദ്രമാക്കിയാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.